ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാവേ. പാലട എന്നൊക്കെ പറയാല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വിഷുവിന് ഉണ്ടാക്കിയായിരുന്നു, അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. ഇന്ന് നമുക്കൊരു തേങ്ങ വേണം, ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി വേണം, ശർക്കര വേണം. ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങയ്ക്കകത്താണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ ഒരു തേങ്ങയ്ക്കകത്തോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുത്ത് സാധാരണ പച്ചവെള്ളത്തിൽ ഈ ദോശമാവിൻ്റെയൊക്കെ പാകത്തിൽ നമ്മൾ ഒന്ന് കലക്കിയെടുക്കുവേ. കണ്ടോ? ഇനി നമ്മൾ അത് ആ പരുവം മതി കേട്ടോ, അതിന് മേലെയൊന്നും വേണ്ട. ഇനി ഒരു പ്ലേറ്റിലാണ് നമ്മൾ അതിൻ്റെ അട ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ അറിയാം അത്ര ഈസി അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പ്ലേറ്റിൻ്റെ അകത്തോട്ട് നല്ലപോലെ തുടച്ചെടുത്ത് വെച്ചിട്ട് ഇച്ചിരി നെയ്യും തടവി നമ്മൾ ഈ കുഴച്ച് കലക്കി വെച്ചേക്കുന്ന ഈ മിക്സ്, ഈ അരിപ്പൊടി കലക്കി വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ ഒഴിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഈ പാത്രം ഒന്ന് ചുറ്റിച്ച് കഴിയുമ്പോൾ അതെല്ലാം അവിടത്തോട്ട് സ്പ്രെഡായി വന്നോളെ. അത് ആവിക്കകത്താട്ടോ വേവിച്ചെടുക്കുന്നത്. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആകാനും വലുതായി പ്ലേറ്റ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുന്നത്. പിന്നെ 2 മിനിറ്റ് ആവി കയറ്റാവുള്ളൂ കേട്ടോ. നല്ല ആവിയിൽ 2 മിനിറ്റ് ഇരുന്നാൽ ഇത് വെന്ത് കിട്ടുവേ. പിന്നെ ഇതുപോലെ കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞ് ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് ഇങ്ങനെ വരഞ്ഞ് കഴിയുമ്പോൾ ചതുര പീസ് പോലെ ആവും. ശരിക്കും മേടിക്കുന്ന അട പോലെ തന്നെ കിട്ടും കേട്ടോ ഇത്. എന്നിട്ട് അതുകൊണ്ട് തന്നെ കുത്തി നമ്മൾ വെള്ളത്തിലോട്ട് ഇടണേ. ഐസ് വെള്ളത്തിലിട്ടാൽ നല്ലതാണ് കേട്ടോ. കൂടുതൽ പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം ഈ അട, നമ്മൾ ഉണ്ടാക്കിയെടുത്ത അടയെ. ഞാൻ 2 പ്രാവശ്യം അട ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചായിരുന്നു ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് ബാക്കി അടയുടെ ഈ മിക്സ് വന്നിട്ടുണ്ട്, അത് നമ്മൾക്ക് ഇനി ആവശ്യമുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ മിക്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 സ്പൂൺ പൊടി എടുത്തൊന്ന് കലക്കി എടുക്കണം കേട്ടോ. അതുപോലെ എപ്പോഴും ഓർത്തോണം, ഈ പൊടി ഈ അടയ്ക്കകത്ത് കലക്കിയേക്കുന്ന ഈ പൊടിക്ക് ഉപ്പൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ശർക്കര ഉരുകി വന്ന ശർക്കരയ്ക്കകത്തോട്ട് തീ നിർത്തിയിട്ടേച്ചോ അല്ലെങ്കിൽ കുറച്ചിട്ടേച്ചോ ഈ അട വാരി ഇടാവുള്ളൂ, അല്ലെങ്കിൽ കയ്യിലോട്ട് തെറിക്കുവേ. അത് നല്ലപോലെ അതിൻ്റെ അകത്ത് കിടന്ന് ഈ ശർക്കരയും ഈ അടയും കൂടെ കൂടി, ഈ ശർക്കരപ്പാനി അടയും കൂടെ കൂടി നല്ലപോലെ നല്ല കുറുകി വരുന്ന പോലെ വേവിച്ചെടുക്കണം കേട്ടോ, വറ്റിച്ചെടുക്കണേ. അന്നേരത്തേനും നമ്മൾ ഒരു ചെറിയ ഏലക്കായും പൊടിച്ചിട്ട്, ഏലക്ക ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് ഇച്ചിരി അരിമാവ് കലക്കിയത് ബാക്കി വന്നില്ലായിരുന്നോ, അതിപ്പോൾ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി. ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിന്ന് ഇളക്കി കൊടുത്തേക്കണേ. നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇതിൽ ഇച്ചിരി കൂടെ കുറുകി വരും കേട്ടോ, ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒറ്റ പ്രാവശ്യം ഒഴിക്കുന്നുള്ളൂ, അതും കൂടെ കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കണം. അല്ലാണ്ട് ഒന്നാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മുടെ അട റെഡിയായേ. ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. നിങ്ങളിന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടം. ഇവരെ ഈ അടയൊക്കെ ഇതിൽ നിന്ന് വേർപെടുത്തിയൊക്കെ തരുന്നത്. ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോഴേ അവരും കൂടെ വന്ന് എന്നെ സഹായിക്കും. അപ്പോൾ നന്ദു ഇങ്ങനെയാട്ടോ കഴിക്കുന്നത്, പപ്പടവും പഴവും ഈ അടയും കൂടെ കൂട്ടി കഴിക്കുക. വിഷുവിന് നമ്മൾ എല്ലാ കൂട്ടവും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 പായസവും പരിപ്പ് പായസവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ.